നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മെൻസുറേഷൻ 2D ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റെക്ടാങ്കിൾ, സ്ക്വയർ, പാരലലോഗ്രാം ഇതിനെയൊക്കെ കുറിച്ചാണ് പഠിച്ചത്. ഇനി ഇതിൽ റോംബസും ട്രപ്പീസിയും ഉണ്ട്. ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കിന് കോഡിയിലാട്ടെല്ലാം കഴിയും. നമുക്ക് ഇന്ന് റോംബസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. റോംബസിന്റെ എല്ലാ സൈഡിന്റെയും ലെങ്ത് സെയിം ആയിരിക്കും. അതേപോലെ റോംബസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. റോംബസിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും സെയിം ആയിരിക്കും. പക്ഷേ അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. എന്ന് വെച്ചാൽ അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ റോംബസിൽ രണ്ട് ഡയഗണലിൽ വരയ്ക്കാനായിട്ട് പറ്റും. ഈ രണ്ട് ഡയഗണലും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ വരുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിള്. അതേപോലെ ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ഈ പോയിന്റിൽ വെച്ച് ഇത് ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പം ഈ രണ്ട് ഡയഗണലും O എന്ന് പറയുന്ന ഈ പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടി. അപ്പം DOയും ODയും ഈക്വൽ ലെങ്തിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ AOയും OCയും ഈക്വൽ ലെങ്തിലായിരിക്കും ഉണ്ടാവുക. അത് മാത്രമല്ല ഈ രണ്ട് ഡയഗണലും ആംഗിൾ ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പം AC എന്ന് പറയുന്ന ഡയഗണല് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ആംഗിളും സെയിം ആയിരിക്കും. അതേപോലെ ഈ ആംഗിളും സെയിം ആയിരിക്കും. D എന്ന് പറയുന്ന ഡയഗണല് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഈ ആംഗിളും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഡയഗണലും ഈ ഒരു പോയിന്റിൽ വന്ന് ഇന്റർസെക്ട് ചെയ്തപ്പോൾ നമുക്ക് 4 കോൺഗ്രുവന്റ് ട്രയാങ്കിളുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ട്രയാങ്കിൾ 1, 2, 3 and 4. ഓക്കെ, ഇനി നമുക്കിതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 1/2 d1 d2. d1 d2/2 ആണ് റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇതിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാ സൈഡിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. സോ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി. 4a ആണ് റോംബസിന്റെ പെരിമീറ്റർ. ഇനി നമുക്കിതിന്റെ ഒരു സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുള്ള ഇക്വേഷൻ ആണ് സൈഡ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ. ഇതെങ്ങനെയാ കിട്ടുന്നതെന്ന് അറിയാവോ? ഇപ്പോ ഈ ഒരു ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. BO എന്ന് പറയുന്നതിന്റെ ബേസ്, AO എന്ന് പറയുന്നതിന്റെ പെർപെൻഡിക്കുലർ, AB എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോട്ടീനിയസ്. ഓക്കെ, പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടേനിയസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസിന്റെ സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ ആണ്. ഇവിടെ ഹൈപ്പോട്ടേനിയസ് A ആണ്. A സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ. ബേസ് എന്ന് പറയുന്നത് BO ആണ്. അത് ഈ BD എന്ന് പറയുന്ന ഡയഗണലിന്റെ പകുതിയാണ്. അപ്പൊ നമുക്ക് ഇത് ഡയഗണൽ 1 ആണ്. d1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് AO ആണ്. അത് AC എന്ന് പറയുന്ന രണ്ടാമത്തെ ഡയഗണലിന്റെ പകുതിയാണ്. അപ്പൊ നമുക്ക് AOയെ d2/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇതെന്താവും? A സ്ക്വയർ ഈസ് ഈക്വൽ ടു d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ ബൈ 4 എന്നാണ്. ഓക്കെ, നമുക്ക് ഈ സ്ക്വയർ ആയി മാറ്റാനായിട്ട് ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. A ഈസ് ഈക്വൽ ടു റൂട്ട് d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ ബൈ 4 എന്നുണ്ട്. ഇതിന്റെ റൂട്ടിന്റെ പുറത്തെടുക്കുമ്പോഴത്തേക്കിന് 1/2 റൂട്ട് d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് വേറെ ഒരു റിസൾട്ട് കിട്ടും.
ഇവിടെ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ ബൈ 4 എന്നാണ്. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 4നെ ഈ സമത്തിന് ഇപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എ സ്ക്വയറിനോട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പം 4a സ്ക്വയർ ഈസ് ഈക്വൽ ടു d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ എന്ന് ഒരു റിസൾട്ട് ഇവിടെ കിട്ടും. നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി എഴുതാം. 4a സ്ക്വയർ ഈസ് ഈക്വൽ ടു d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ എന്നൊരു റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുനിന്ന് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The area of rhombus is 24 centimeter square, has one of its diagonal is 6 centimeter. Find the other diagonal. Okay, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ ആയ ഒരു റോംബസിന്റെ ഒരു ഡയഗണല് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഡയഗണൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. d1 d2 ബൈ 2 ആണ് റോംബസിന്റെ ഏരിയ. d1 6 സെന്റിമീറ്റർ ആണ്. d2 എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ബൈ 2 ഇതാണ് 24 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം ഇതെന്താവും 6 ഇൻറ്റു d2 ഈസ് ഈക്വൽ ടു ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 സമത്തിനപ്പുറം പോകുമ്പോൾ അത് മൾട്ടിപ്പിൾ ചെയ്യണം 48 എന്നാവും. അപ്പോൾ d2 എന്ത് കിട്ടും? 48 ഡിവൈഡഡ് ബൈ 6 8 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ d2ന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇക്വേഷനകത്ത് വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ദ സൈഡ് ഓഫ് എ റോംബസ് whose diagonals are 12 centimeter and 16 centimeter. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഒരു ഡയഗണല് 12 സെന്റിമീറ്ററും മറ്റൊരു ഡയഗണല് 16 സെന്റിമീറ്ററും ആയ ഒരു റോംബസിന്റെ ഒരു സൈഡ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് റോംബസിന്റെ സൈഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. 1/2 റൂട്ട് d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ. നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കണ്ട, നമുക്ക് വേറൊരു രീതിയിൽ ഇത് ചെയ്യാം. അപ്പൊ ഇതാണ് ആ റോംബസ് എന്ന് വിചാരിക്കും. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ സൈഡാണ്. ഓക്കെ, അപ്പോ ഈ രണ്ട് ഡയഗണലും ഈ ഒരു പോയിന്റിൽ വന്ന് ഇന്റർസെക്ട് ചെയ്തപ്പോ ഇവിടെ 4 കോൺഗ്രുവന്റ് ട്രയാങ്കിള് നമുക്ക് കിട്ടി എന്ന് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി ഡി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഡയഗണൽ എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 12 സെന്റിമീറ്റർ. അപ്പം ബി ഒ വരെയുള്ള ലെങ്ത് എത്ര ആയിരിക്കും? 12ന്റെ പകുതി 6 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി എ സി എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഡയഗണൽ. അതിന്റെ ടോട്ടൽ ലെങ്ത് 16 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഒ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അത് 16ന്റെ പകുതി 8 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എ എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്ന ഈ ഒരു സൈഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് അതിന്റെ ഹൈപ്പോട്ടേനിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ടേനിയസ് എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് എത്രയാണ്? റൂട്ട് 6 36 പ്ലസ് 8 64. അത് റൂട്ട് 100 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 10 സെന്റിമീറ്റർ ആണ് അതിന്റെ ഒരു സൈഡ്. ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ് എന്നാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3. In a rhombus, the length of two diagonals are 120 centimeter and 90 centimeter respectively. Find its perimeter. Okay, simple question. അവർ പറഞ്ഞിരിക്കുന്നത് ഒരു റോംബസ് ഉണ്ട്, അതിന്റെ ഒരു ഡയഗണല് 120 സെന്റിമീറ്ററും രണ്ടാമത്തെ ഡയഗണല് 90 സെന്റിമീറ്ററും ആണ്. ഇങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സൈഡ് എന്താണെന്ന് അറിയണം. സൈഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1/2 റൂട്ട് d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ ആണ്. ഒരു സൈഡ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ 1/2 റൂട്ട് d1 എന്ന് പറയുന്നത് 120 സെന്റിമീറ്റർ ആണ്. 120
സ്ക്വയർ പ്ലസ് d2 എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ ആണ്, 90 സ്ക്വയർ ഈക്വൽ ടു 1/2 റൂട്ട് 120യുടെ സ്ക്വയർ, 12ന്റെ സ്ക്വയർ 144, പിന്നെ 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി, പ്ലസ് 90യുടെ സ്ക്വയർ, 9ന്റെ സ്ക്വയർ 81, പിന്നെ 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതെന്ത് കിട്ടും? 1/2 റൂട്ട് 0 0 4 1 5 8 4 12 1 2. ഓക്കെ, 1/2 റൂട്ട് 22500 എന്ന് കിട്ടും. ഇത് 1/2 ഇൻറ്റു 225 എന്ന് പറയുന്നത് 15ന്റെ സ്ക്വയർ ആണ്. പിന്നെ 2 പൂജ്യം വരുമ്പോൾ 1 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 15 പിന്നെ 1 പൂജ്യം, 1/2 ഇൻറ്റു 150 എന്ന് വരും. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 75. ഓക്കെ, അപ്പൊ എ എത്രയാണെന്ന് കിട്ടി? 75 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ്. നമുക്ക് കിട്ടേണ്ടുന്നത് പെരിമീറ്റർ ആണ്. അപ്പം 75 ഇൻറ്റു 4 300 സെന്റിമീറ്റർ ആണ് ആ റോംബസിന്റെ പെരിമീറ്റർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Question number 4. One of the diagonals of a rhombus of side 5 cm measures 8 cm. Find the area of the rhombus. Okay, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആയ ഒരു റോംബസിന്റെ ഒരു ഡയഗണല് 8 സെന്റിമീറ്റർ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റോംബസ്. അതിന്റെ ഏരിയ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ നമ്മളിതാ ഇങ്ങനൊരു റിസൾട്ട് പഠിച്ചായിരുന്നു. 4a² ഈസ് ഈക്വൽ ടു d1² പ്ലസ് d2². അത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ a² 5ന്റെ സ്ക്വയർ 25 ഈസ് ഈക്വൽ ടു d1 എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പം d1ന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ 64 പ്ലസ് d2 എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, d2 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതെന്തായി? 100 ഈസ് ഈക്വൽ ടു 64 പ്ലസ് d2 സ്ക്വയർ. അപ്പോ d2 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 100 മൈനസ് 64 36 എന്ന് കിട്ടി. d2 സ്ക്വയർ ആണ് 36. അപ്പൊ d2 എന്ന് പറയുന്നത് റൂട്ട് 36, അത് 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. d2ന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ആ റോംബസിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1/2 d1 d2 ആണ്. d1 8 സെന്റിമീറ്റർ ആണ് ഇൻറ്റു d2 6 സെന്റിമീറ്റർ ആണ് ബൈ 2. 8 3 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആ റോംബസിന്റെ ഏരിയ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഏരിയ ഓഫ് റോംബസ് ഈസ് 256 സെന്റിമീറ്റർ സ്ക്വയർ. One of the diagonal is half of the other. Find the perimeter and sum of the diagonals. Okay, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു റോംബസ് ഉണ്ട്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 256 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 256 അല്ലേ ആണ്. എന്നിട്ട് അവർ പറയുന്നത് ഈ റോംബസിന്റെ ഒരു ഡയഗണല് മറ്റേ ഡയഗണലിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഡയഗണല് 2 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റേ ഡയഗണല് ആ 2ന്റെ പകുതി 1 സെന്റിമീറ്റർ ആയിരിക്കും. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഡയഗണല് 2 സെന്റിമീറ്ററും മറ്റേ ഡയഗണല് 1 സെന്റിമീറ്ററും ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കണം വരുന്നത്? 2 ഇൻറ്റു 1/2, അതായത് 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഏരിയ കിട്ടണം. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് 1 സെന്റിമീറ്റർ സ്ക്വയർ അല്ല അതിന്റെ ഏരിയ. അതിന്റെ ഏരിയ 256 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളതിന്റെ ആക്ച്വൽ വാല്യൂ ആണ് 256 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ,
നമുക്ക് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് 256 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് 256 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് √256 ആയിരിക്കും. ഇത് 16 റൂട്ട്. ഓക്കെ, 16 സെന്റിമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ എന്നുള്ളതിന്റെ ആക്ച്വൽ വാല്യൂ 16 സെന്റിമീറ്റർ എന്ന് കിട്ടി. നമുക്ക് ഇതിനകത്ത് നിന്ന് ഡയഗണൽ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഡയഗണൽ 1ന്റെ ലെങ്ത് എത്ര ആയിരിക്കും? 16 × 2 32 സെന്റിമീറ്റർ ആയിരിക്കും ഡയഗണൽ 1. രണ്ടാമത്തെ ഡയഗണല് 16 × 1 16 സെന്റിമീറ്റർ ആയിരിക്കും ഡയഗണൽ 2. ഓക്കെ, അപ്പൊ നമുക്ക് ഡയഗണലിന്റെ ലെങ്ത് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സൈഡ് എന്താണെന്ന് നമ്മൾ അറിയണം. പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? ഇത് വായിച്ചിട്ട് എഴുതാം. പെരിമീറ്ററിന്റെ ഇക്വേഷൻ 4a ആണ്. ഓക്കെ, 4a എന്താണെന്ന് നമുക്കിനി കണ്ടുപിടിക്കണം. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു സൈഡ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ സൈഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. 1/2 √d1² + d2² ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ 4 × 1/2 √d1² + d2² എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ 2ഉം 4 തമ്മിൽ കട്ട് ചെയ്യാം. നമ്മൾ കണ്ടുപിടിക്കുന്നത് 2 √d1² + d2² ആണ്. എന്ന് വെച്ചാൽ 2 √d1 എന്നുള്ളത് 32 സെന്റിമീറ്റർ പ്ലസ് സ്ക്വയർ, d2 എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 32ന്റെ സ്ക്വയർ എത്രയാണ്? 32 × 32 4 6 6 9 4 2 √1024 പ്ലസ് 16ന്റെ സ്ക്വയർ 6 1 6 5 256. എന്ത് കിട്ടും? 2 √10 2√1280 എന്ന് കിട്ടും അതിന്റെ പെരിമീറ്റർ. ഓക്കെ, അപ്പോ നമുക്ക് റോംബസിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി നമുക്ക് ട്രപ്പീസിയം പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ട്രപ്പീസിയത്തിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.